കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളെ സ്വന്തം മനു മിസ് ആണ്. ഓക്കെ മക്കൾ, എല്ലാവരും ബോർഡിൽ നമ്മളെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ വരുന്ന ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ നോക്കാം. മനുവിന്റെ കയ്യിലുള്ള സംഖ്യാ കാർഡുകൾ നോക്കാം. അപ്പൊ മനുവിന്റെ കയ്യിൽ 4 ഡിജിറ്റ് നമ്പേഴ്സുകളാണുള്ളത് അല്ലെ. ഇനി എന്ത് ചെയ്യണം? ഇതിനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതണം. അപ്പൊ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതുമ്പോൾ താഴെ കൊടുത്തതിൽ ശരിയായത് ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സെലക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യം നമ്പേഴ്സുകൾ നോക്കാം. 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. 4 ഡിജിറ്റ് നമ്പേഴ്സിന്റെ അകത്ത് 3000, 3000, 4000, 4000, 3000. സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിങ്ങൾ നോക്കണം നമ്പേഴ്സുകളിൽ ഏതായിരിക്കും വലുത് വരിക? 4000 ആയിരിക്കും വലുത് വരിക. അപ്പൊ 4000ന്റെ അകത്ത് 4368 ഉണ്ട്, 4863 ഉണ്ട്. സോ ആരാണ് വലുത്? ഫസ്റ്റ് നമ്പർ ആയിട്ട് വരേണ്ടത് ഇയാളാണ് അല്ലെ. 4800 ആണ് വരേണ്ടത്. സെക്കൻഡ് നമ്പർ ആയിട്ടാണ് ആര് വരേണ്ടതുള്ളൂ? 4300 വരേണ്ടതുള്ളൂ. ഇനി നമുക്ക് 3000 ലിസ്റ്റിലേക്ക് പോവാം. ഓക്കെ, 3800 ഉണ്ട്, 3600 സംതിങ് ഉണ്ട്, 3400 ഉണ്ട്. അപ്പൊ ഏതായിരിക്കും വരിക? നമുക്ക് 3000 കണ്ടു കഴിഞ്ഞാൽ തൊട്ട് മുൻപിലുള്ള തൊട്ട് അടുത്ത സംഖ്യയിൽ ആരാണ് വലുത് നോക്കുക. 8 ആണോ, 6 ആണോ, 4 ആണോ? ആരായിരിക്കും വരിക? 8 അല്ലേ വലുത് വരിക. അപ്പൊ തൊട്ടടുത്ത നമ്പർ ആയിട്ട് മൂന്നാമതായിട്ട് വരേണ്ടത് ആരാണ്? യെസ്, 3864 ആണ്. അടുത്ത നമ്പർ ആയിട്ട് ആര് വരണം? 3600 അല്ലെ. നാലാമത്തത് 648 വരണം. അഞ്ചാമതായിട്ട് വരുന്ന നമ്പറേ ആര് വരുള്ളൂ? ഏറ്റവും ലാസ്റ്റ് 3468 വരുള്ളൂ. സോ ഈ ഒരു മെത്തേഡിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അത് ക്രമീകരിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ആര് വരും എന്നുള്ളത്. 4000 തുടങ്ങുന്ന 2 ആളുകളുണ്ട്, അല്ല 3 ആളുകൾ 4000 അതില് 4800 തുടങ്ങുന്ന ആൾക്കാരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ ഓപ്ഷൻ ബിയോ സിയോ ആണ്. ഇനി അടുത്ത നോക്കാം നമുക്ക്. നെക്സ്റ്റ് നമ്പർ 4300. യെസ്, കറക്റ്റ് ആണ്. 3800 and 3600 ഏതാ വരിക? 3800 അല്ലേ വരിക. സോ നമുക്ക് അവിടെ വെച്ച് തന്നെ ഉറപ്പിക്കാം, നമുക്ക് ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇതുപോലെ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലേക്കും ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്കും അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങളോട് എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചു വരുന്നുണ്ട്. സോ ആൻസേഴ്സുകൾ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നിങ്ങൾ ആരും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. then ഇപ്പൊ ബോർഡിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടായിരിക്കും. ചുവടെയുള്ള പാറ്റേൺ നോക്കിയിട്ട് അടുത്ത പാറ്റേൺ ഏതാണ് വരിക എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങളോട് ഇതിൽ ആരാണെന്നുള്ളത് ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. സോ ഏതാണ് വരിക എന്നുള്ളത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ചാറ്റ് ബോക്സിൽ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ഹോംവർക്കിന്റെ ആൻസർ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? പറയാ. സോ ഇതിന്റെ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ പ്രാണ ബാച്ചിനെ കുറിച്ച് തന്നെയാണ്. ഓണം ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് 10% ഡിസ്കൗണ്ടിൽ നമ്മളെ പ്രാണ ബാച്ച് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. എന്റെ മക്കളെ എല്ലാവരും മിസ് ചെയ്യാതെ എന്ത് ചെയ്യുക? ബാച്ചിലേക്ക് കയറി വന്നോളാം. അപ്പം ഫ്രണ്ട്സിനോടും കൂടെ അറിയിച്ചു കൊടുക്കുക. അതുപോലെ വീഡിയോയും നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് നമ്മൾ ഒരു മെഗാ മാരത്തോണുമായിട്ട് വരുന്നുണ്ടായിരിക്കും. സോ മെഗാ മാരത്തോൺ മിസ് ചെയ്യാതിരിക്കുക. എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.